The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi everyone, welcome back. In the previous class, another teacher taught you about triangle and circles in the chapter trigonometry, right? Okay, today let's learn more about that chapter. Okay, now let's look at commonly used trigonometric terms. We look at these terms from the point of view of Jimmy, the cat. We consider as the observer. ഓക്കെ, ഇപ്പോൾ ജിമ്മിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ആ സമയത്ത് ജിമ്മി ആരെ കണ്ടു? ടിമ്മി എന്ന റാറ്റിനെ കണ്ടു. അപ്പോൾ ജിമ്മിക്ക് സന്തോഷമായി അല്ലേ, ടിമ്മി നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ജിമ്മി ടിമ്മിയെ നോക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ദി ലൈൻ ഓഫ് സൈറ്റ്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈൻ ഓഫ് സൈറ്റ്. ഈ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കും. അങ്ങനെ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ലൈൻ ഈസ് കോൾഡ് ദി parallel to the line of sight is called the horizontal line. ഓക്കെ, അപ്പോൾ ഈ ടിമ്മിക്ക് ജിമ്മി കണ്ടപ്പോൾ പേടിയായി. ടിമ്മി എന്ത് ചെയ്യുന്നു? ജിമ്മിയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. അങ്ങനെ ടിമ്മി എന്ത് ചെയ്തു? ആ ലാമ്പ് പോസ്റ്റിൻ്റെ മുകളിലേക്ക് കയറി. ഇപ്പോൾ ജിമ്മിയുടെ ലൈൻ ഓഫ് സൈറ്റ് എന്തായി? എബോ ദ ഹൊറിസോണ്ടൽ ലൈൻ ആയി അല്ലേ. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് കോൾഡ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജിമ്മിക്ക് എന്താ റാറ്റിനെ കിട്ടാതെ അല്ലേ, ടിമ്മിയെ കിട്ടാതെ ദേഷ്യം വന്നു. അപ്പോൾ ജിമ്മി വിചാരിച്ചു ലാമ്പ് പോസ്റ്റിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജിമ്മി ലാമ്പ് പോസ്റ്റിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ അത് കണ്ടപ്പോൾ ടിമ്മി എന്ത് ചെയ്തു? ലാമ്പ് പോസ്റ്റിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി, രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ ഇനി ജിമ്മി നോക്കുന്ന ലൈൻ ഉണ്ടല്ലോ, വ്യൂ ഓഫ് സൈറ്റ് അല്ലേ, ആ ലൈൻ ഓഫ് സൈറ്റാണ് എന്ത് പറയണത്? ഹൊറിസോണ്ടൽ ആണ് അല്ലേ, അതും ഗ്രൗണ്ടിന് പാരലാണ്. സോ അത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയണു. അവിടെ നിന്നും ടിമ്മി നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടല്ലോ, അതിനും ഹൊറിസോണ്ടൽ ലൈൻ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് ജിമ്മി നോക്കുന്നതും എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ആംഗിൾ ഓഫ് എലിവേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴെ നോക്കുന്ന ഒരാൾ ആംഗിൾ ഓഫ് ഡിപ്രഷനും, താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന ഒരാൾ ആംഗിൾ ഓഫ് എലിവേഷനും ആയിരിക്കും. അങ്ങനെ പൂച്ച എലിയെ പിടിക്കാനായി ചാടിയപ്പോഴേക്കും പൂച്ച ഒരു വണ്ടിയുടെ മേലെ കയറി പോയി. ഓക്കെ, സോ എലി രക്ഷപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡു എ പ്രോബ്ലം ബേസ്ഡ് ഓൺ ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, a man standing 10 meters away from the foot of a tree sees its top at an elevation of 40 degrees. His height is 1.7 meter. What is the height of the tree? അല്ലേ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നമുക്കറിയാം ക്വസ്റ്റിനെ ബേസ് ആ റഫ് ഫിഗർ വരയ്ക്കാൻ തന്നെ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ റഫ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ട് നോക്കൂ. ഒരാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും അല്ലേ എത്രയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, എത്ര ദൂരെ നിൽക്കുന്നുണ്ട് അല്ലേ, എത്ര മീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്? 10 meter away from the tree അല്ലേ, 10 meter അകലെ നിൽക്കുന്നു. എന്നിട്ട് അയാൾ ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ? 40 degree ആംഗിളിൽ ആ മരത്തിനെ കാണുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ്റെ അല്ലേ അയാളുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.7 meter. Height of the man is equal to 1.7 meter. So we have to find out what is the height of the tree. അല്ലേ, അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ഒരു ട്രീ ഉള്ളതെങ്കിൽ അല്ലേ, ഇതാണ് ട്രീ എങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു ട്രീ ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മരത്തിന് കുറച്ച് ദൂരെ അകലെ, എത്ര മീറ്റർ അകലെ ആകാൻ പറഞ്ഞിരിക്കുന്നത്? 10 meter അകലെ അല്ലേ, 10 meter അകലെ ഒരാൾ നിൽക്കുന്നുണ്ട്. സോ അയാളുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് 1.7 meter അല്ലേ. അപ്പോൾ അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.7 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ സ്ട്രൈറ്റ് വ്യൂ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. അയാളുടെ സ്ട്രൈറ്റ് വ്യൂ
അല്ലേ? ഇനി അയാൾ ഇവിടുന്ന് ആ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കുകയാണ് അല്ലെ? ആ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ സമയത്ത് ആ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് 40 ഡിഗ്രി അല്ലേ? ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 40 ഡിഗ്രി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ? ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് ദ റഫ് ഫിഗർ. Got it? Okay, so we can give the names. Okay, first this A, this B, this we have to consider as C, this we have to consider as D, this we have to consider as E. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി സി ഡി എന്ന് അറിയാം അല്ലേ? മരത്തുനിന്ന് അയാൾ 10 മീറ്റർ അകലെയാണ്. സോ സി ഡി ഈക്വൽ ടു 10 ആണെങ്കിൽ ഇ ബി ഈസ് ആൾസോ വിച്ച് വിൽ കം 10 ആയിരിക്കും. Got it? Okay, this height D equal to 1.7 ആണ്. So we know that CB is also what? 1.7 അല്ലേ? സോ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എന്താ? ദിസ് മച്ച് അല്ലേ? എ സി ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ. We consider as AC as the height of the tree. So already BC we know that is 1.7. So we have to find out AB here. After finding AB, we can add these two. Then we will get the height of the tree. Okay. So we have to find out which one AB കണ്ടുപിടിക്കണം. AB ആണ് എന്തെന്ന് പറയുന്നത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Okay. So based on this angle, based on this angle, EB is the adjacent side, right? Okay, AB is the opposite side. So opposite side കണ്ടുപിടിക്കണം. adjacent side we know. So adjacent side ഉം opposite side ഉം കണക്ട് ചെയ്യുന്ന trigonometric ratio ഏതാ? Yes, it is tan. So we consider as here tan 40. Okay, we consider here tan 40. Tan equal to what? Opposite side by adjacent side. So based on this angle, opposite side is what? AB. So AB divided by adjacent side. Adjacent side is EB or BE. EB, which is equal to AB we don't know. AB divided by EB. EB is equal to what it is? That is 10. So already given in the question, tan 40 യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.8391 ആണ് അല്ലേ? അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് tan 40 we can write 0.8391. Okay? Okay. So 0.8391, that is the value of tan 40, which is equal to AB by 10. Right? Okay, from this we can write AB equal to AB equal to എന്ത് വരും? ഈ 10 നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് മീൻസ് 0.8391 into 10. Okay, so which is equal to 8.391. So we got the value of AB. AB we got the value. AB is equal to 8.391. So we have to find out the height of the tree. Therefore height of the tree is equal to height of the tree is equal to height of the tree എന്താ? That is AC. Height of the tree AC. AC is equal to AB plus BC. Okay, so AB plus BC, which is equal to 8.391 plus 1.7. Okay, so which is equal to 1.7 add ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 10.091. Okay, 10.091. That unit ഒക്കെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. So height of the tree എന്ന് പറയുന്നത് 10.091 meter. Clear? Next problem. A man 1.8 meter tall, okay, stands on top of a lighthouse that is 25 meter high. Okay, and sees a ship at sea at a depression of 35 degree. At a depression of 35 degree. How far is it from the foot of the lighthouse? Okay, അപ്പോൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞു നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് റഫ് ഫിഗർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് നോക്കൂ, അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 1.8 മീറ്റർ ആണ്. വേർ ഹി സ്റ്റാൻഡ്സ് ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 25 മീറ്റർ ഹൈ അല്ലേ? അപ്പോൾ 25 മീറ്റർ ഹൈറ്റുള്ള ഇതാണ്, ഇത് 25 മീറ്റർ ഹൈറ്റിലൊരു ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് ഒരാൾ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൗ മച്ച്? ഇറ്റ് ഈസ് 1.8. ഓക്കെ, എന്നിട്ട് പറയണത് ഹി സീസ് എ ഷിപ്പ് അറ്റ് സീ അറ്റ് എ ഡിപ്രഷൻ ഓഫ് ആംഗിൾ 35 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്ട്രൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കില്ലേ?
അല്ലേ? അപ്പോൾ ഒരു ഷിപ്പാണ് അയാൾ കാണുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 35 ഡിഗ്രിയിൽ അവിടെ ഒരു ഷിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു ഷിപ്പ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെ, ഒരു ഷിപ്പ് ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷിപ്പിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഷിപ്പ് ഉള്ളത്, അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ദി ഫുട്ട് ഓഫ് ദ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇവിടെയാണ് ഷിപ്പ് ഉള്ളത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ താഴെ നിന്നും ഈ ഷിപ്പ് എത്ര അകലെയാണ്, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്കറിയാം ഇയാൾ സ്ട്രൈറ്റ് വ്യൂ ഇതാണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ കപ്പലിനെ കാണുന്നത് ആംഗിൾ എത്രയാണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഈസ് 35 ഡിഗ്രി ഡിപ്രഷനിലാണ് അയാൾ കാണുന്നത്. ഓക്കെ, ദിസ് മച്ച് ഓൺലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ഈ സ്ട്രൈറ്റ് വ്യൂ ഈ ബാക്ക്ഗ്രൗണ്ടും, അല്ലേ, ദാറ്റ് ഈസ് പാരലൽ ആണ്. സോ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഹിയർ മേക്കിംഗ് ആംഗിൾ ഈസ് ആൾസോ വിച്ച് വിൽ കം 35 degree, right? Okay, so we can give the names here. A, അല്ലേ, here ആണെങ്കിൽ ബി കൊടുക്കാം. ഇവിടെ നിന്നുള്ള പോയിന്റ് സി, ദിസ് വി ഹാവ് ടു കൺസിഡർ ആസ് ഡി. ഷിപ്പ് അല്ലേ, അപ്പോൾ നമുക്ക് വി കൺസിഡർ ആസ് എസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു റഫ് ഫിഗർ വരച്ചു, അതിനെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അയാൾ നിൽക്കുന്നത് ഇവിടെയാണെന്ന് ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, ഇനി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 35 ആണ്, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണ്. സോ വാട്ട് അബൌട്ട് ദിസ് ഹിയർ ആംഗിൾ? ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് 55. Okay, so based on this angle we know this length, അല്ലേ, ഹൈറ്റ് ഓഫ് ദ ടവർ, ലൈറ്റ് ഹൗസിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അയാളുടെ ഹൈറ്റ്. അപ്പോൾ ടോട്ടൽ AD യുടെ ലെങ്ത് വി നോ, അല്ലേ, ഹൗ മച്ച് ഇറ്റ് ഈസ് 25 പ്ലസ് 1.8, അതായത് AD ഈക്വൽ ടു വിച്ച് വിൽ കം 25 പ്ലസ് 1.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 26.8 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ഇതെന്താ, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്, അല്ലേ? സോ അഡ്ജസൻറ്റ് സൈഡ് വി നോ ബേസ്ഡ് ഓൺ ദിസ് ആംഗിൾ ദിസ് സൈഡ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, അല്ലേ? കപ്പലും ലൈറ്റ് ഹൗസിൻ്റെ ടവറും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് ആംഗിൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാംഗിൾ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ 35 എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ മേക്ക് ചെയ്യുന്ന ട്രയാംഗിൾ ഇല്ല, ഉള്ളിലേക്കാണ് നമുക്ക് ട്രയാംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ആംഗിൾ 35 ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? 55 ഈക്വൽ ആണ്. സോ ബേസ്ഡ് ഓൺ ദിസ് ആംഗിൾ വി ഹാവ് ടു ഫൈൻഡ് ഓപ്പോസിറ്റ് സൈഡ്, വി നോ ദ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ tan angle. Got it? Okay, so we can write tan 55, അല്ലേ? tan 55 is equal to ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ DS ആയിട്ട് എടുത്തു, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? AD. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് AD. സോ tan 55 is equal to DS we don't know, DS into, അല്ലേ, DS ഡിവൈഡഡ് ബൈ AD എന്ന് പറയുന്നത് 25 പ്ലസ് 1.8, ദാറ്റ് മീൻസ് 26.8. സോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് tan 55യുടെ വാല്യൂ 1.4281 ആണ്. സോ therefore DS is equal to, അല്ലേ, DS is equal to എന്ത് വരും? 26.8 into tan 55, അല്ലേ, tan 55 which is equal to 26.8 into tan 55യുടെ വാല്യൂ എന്താ? 1.4281. ഓക്കെ, അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 38.27 മീറ്ററിന് കിട്ടും. ഓക്കെ, അതായത് ഡിസ്റ്റൻസ്, അല്ലേ, അതായത് ലൈറ്റ് ഹൗസ് നിന്ന് ആ ഷിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 38.27 മീറ്റർ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A boy standing at the edge of a canal sees the top of a tree at an elevation 70 degree. Okay, stepping 10 meter back, he sees it at an angle of elevation 25 degree. The boy is 1.5 meter tall. So how wide is the canal and how tall is the tree? Okay, so first we have to draw a rough figure. അല്ലേ, ഒരു കുട്ടിയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. കനാലിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടി കനാലിൻ്റെ അപ്പുറമുള്ള ഒരു മരത്തിന് എത്ര ഡിഗ്രി ആംഗിളിൽ കാണുന്നു എന്നാണ് പറയണത്? 70 ഡിഗ്രി ആംഗിളിൽ കാണുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു മരം ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലേ, ഇവിടെ ഒരു മരം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ? ഒരു കനാലാണ്. ആ കനാലിൻ്റെ തീരത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ കുട്ടിയുടെ സ്ട്രൈറ്റ് വ്യൂ ഇതാണ്. ആ മരത്തിലേക്ക് നോക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു.
ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഹീ സ്റ്റെപ്പിംഗ് ഡൗൺ അത്ര 10 മീറ്റർ ബാക്ക് അല്ലേ, 10 മീറ്റർ ബാക്കിലേക്ക് ആ കുട്ടി നടക്കുകയാണ് അല്ലേ. സോ 10 മീറ്റർ ബാക്കിലേക്ക് ആ കുട്ടി നടക്കുകയാണ്. സോ ഇപ്പോൾ ആ കുട്ടിയുടെ പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ് ആ കുട്ടി ഉള്ളത് അല്ലേ. 10 മീറ്റർ ബാക്കിലേക്ക് ആ കുട്ടി നടന്നു അല്ലേ. അങ്ങനെ 10 മീറ്റർ ബാക്കിലേക്ക് നടന്നിട്ട് ആ മരത്തിന് എത്ര ഡിഗ്രി ആംഗിളിൽ കാണുമെന്നാണ് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് 25 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലേ. സോ ഹിയർ മേക്കിംഗ് ആംഗിൾ ഈസ് ഈക്വൽ ടു 1. ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നത് ആംഗിൾ ഇപ്പോൾ 25 ആണ്. This much only given in the question. Okay, so we have to find out how wide is the canal. നമ്മൾ കനാൽ എന്ന് പറഞ്ഞത് ഇതാണ് അല്ലേ, എത്രയാണ് കനാൽ എന്ന് പറയുന്നത്. സോ how wide is the canal, how tall is the tree അല്ലേ. കനാലിൻ്റെ ലെവൽ വിഡ്ത്ത് എത്രയാണ്, അതുപോലെ ഹൈറ്റ് ഓഫ് ദ ട്രീ എത്രയാണ്, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ A, B, C അല്ലേ, this we have to consider as D, this we have to consider as E, this we have to consider as F and G. Okay, so D എന്ന് പറയുന്നത് 1.5 ആണെങ്കിൽ ബി സി is also 1.5, right? അതേപോലെ തന്നെ എഫ് ജി is also 1.5. Okay, ജിയുടെ ലെങ്ത് ഓൾറെഡി given in the question how much it is 10 meter ആണ്. So DF is also 10 meter. Got it? Okay, this length we don't know അല്ലേ. width of the canal എന്ന് പറയുന്നത് EC ആണ്. EC is the width of the canal, that is equal to BD, that we don't know, that we have to consider as X. Okay, EC എന്നുള്ള ടേം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? X ആയിട്ട് കൺസിഡർ ചെയ്യാം. Then AB, ABയുടെ വാല്യൂ ഓൾസോ we don't know, but BC we know, that is what 1.5. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എന്താ? എ സി ആണ് അല്ലേ. എ ബി പ്ലസ് ബി സി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടും. സോ എ ബിയുടെ ലെങ്ത് വി ഡോണ്ട് നോ, ദാറ്റ് വി കൺസിഡർ ആസ് y. Got it? Then next we can consider x, tan 70യുടെ വാല്യൂ കൺസിഡർ ചെയ്യാം. From this we can write tan 70 അല്ലേ. tan 70 is equal to opposite side by adjacent side. ഓപ്പോസിറ്റ് പറയുമ്പോൾ എ ബി ബൈ ബി ഡി അല്ലേ, എ ബി ബൈ ബി ഡി, which is equal to AB we don't know, that we consider as y, BD we know that is considered as x. Okay, so tan 70 value already question തന്നിട്ടുണ്ട് 2.7475. So we can substitute here 2.7475 equal to y by x. Okay, therefore y is equal to, then y is equal to how we can write? Y is equal to 2.7475x. Okay, this we have to consider as equation number 1. Okay, then next we can find out tan 25. Okay, so tan 25 is equal to opposite side. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയുമ്പോൾ എ ബി തന്നെയാണ് അല്ലേ. സോ എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? എഫ് ബി. എഫ് ബി കണ്ടോ, എഫ് ബി ആണ് അഡ്ജസൻറ്റ് സൈഡ്. ഇതല്ല റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നത്. സോ എഫ് ബി എന്ന് പറയുന്നത് നോക്കൂ, ഡി ബി എന്ന് പറയുന്നത് എക്സും എഫ് ഡി എന്ന് പറയുന്നത് 10 ആണ്. സോ എഫ് ബി വി കൺസിഡർ ആസ് 10 plus x അല്ലേ. സോ എഫ് ബി is എ ബി മീൻസ് y, എഫ് ബി മീൻസ് വാട്ട്? ദാറ്റ് ഈസ് 10 plus x അല്ലേ. എഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ബി എന്ന് പറയുന്നത് എന്താ? എഫ് ബി ഈക്വൽ ടു എഫ് ഡി പ്ലസ് ഡി ബി അല്ലേ. എഫ് ഡി പ്ലസ് ഡി ബി, ദാറ്റ് മീൻസ് 10 plus x. Okay, so tan 25 value also given in the question, that is what? 0.4663 അല്ലേ. So we can write 0.4663 equal to y by 10 plus x. Okay, from this we can write y is equal to 10 plus x into 4.663. Okay, this we consider as equation number 2. Okay, now we got equation 1 and 2 right? So that is first equation 1, y is equal to 2.7475x. Equation 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? y is equal to 10 plus x into 4.663 അല്ലേ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 10 into 4.663 എന്ന് പറയുമ്പോൾ എത്ര വരും? That is 4.663 plus x into 4.4663 means it will come, that is 0.4663x അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണല്ലോ, രണ്ടും y ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ദ റൈറ്റ് സൈഡ് ആൾസോ ഈക്വൽ അല്ലേ. സോ 2.7475x ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താ? 4.663 പ്ലസ് 0.4663x എന്ന് കിട്ടും
ഓക്കെ, ഇനി എക്സിനെല്ലാം ഒരു സൈഡിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 2.7475 എക്സ് മൈനസ് 0.4663 എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 4.663. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2.2812 എക്സ് അല്ലേ, 2.2812 എക്സ് ഈക്വൽ ടു 4.663. Okay, therefore x is equal to 4.663 divided by 2.2812. Okay, which is equal to ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് we will get 2.044 എന്ന് വരും. Okay, so x is equal to we got 2.044. X we consider as the width of the canal. Now x കിട്ടി, then next we have to find out the value of y. So x is equal to 2.044. Then next we have to find out the value of y. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം y is equal to 2.7475 x ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് y is equal to 2.7475 into x. x we got now 2.044. അത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ we will get 5.616. So why the value എന്ന് പറയുന്നത് 5.616 കിട്ടി അല്ലേ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ കനാൽ ഈക്വൽ ടു നമുക്ക് കാണാൻ പഠിക്കേണ്ടത് വിഡ്ത്ത് ഓഫ് ദ കനാൽ അല്ലേ. വിഡ്ത്ത് ഓഫ് ദി കനാൽ, വിഡ്ത്ത് ഓഫ് ദ കനാൽ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ. സോ എക്സ് ഇസ് ഈക്വൽ ടു 2.044. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ദ ട്രീ. സോ ഹൈറ്റ് ഓഫ് ദ ട്രീ ഇസ് ഈക്വൽ ടു, ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എന്താ? എ സി ആണ് അല്ലേ. സോ ഹൈറ്റ് ഓഫ് ദ ട്രീ എ സി ഈക്വൽ ടു വിച്ച് വിൽ കം എ ബി പ്ലസ് ബി സി, എ ബി പ്ലസ് ബി സി അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറയുന്നത് പൈ ആണ്. ദാറ്റ് ഓൾറെഡി വി ഗോട്ട് 5.616 പ്ലസ് ബി സി അല്ലേ. ബി സി എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ് ഓഫ് ദ മാൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ബോയ്. ദാറ്റ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 1.5. സോ 1.5. Okay, 7.116. That means meter. Okay, so height of the tree equal to we will get 7.116. Okay, so width of the canal equal to 2.044. Okay, so we will get an answer. So let's wind up today's session. With this, our chapter gets over. That trigonometry chapter gets over. Do regular practice at home. Bye.